കുട്ടിക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക, തെറ്റ് പറ്റാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക, തെറ്റിൽ നിന്നും ശരി പഠിക്കാനുള്ള അവസരം കൊടുക്കുക. ഈ പറഞ്ഞ പോലെ ആ കുട്ടിയുടെ പ്രോബ്ലം സോൾവിങ്ങും ഡിസിഷൻ മേക്കിങ്ങും ഡെവലപ്പ് ചെയ്യാനുള്ള അവസരം കൊടുക്കുക, ഇമോഷണൽ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള അവസരം കൊടുക്കുക. ഇങ്ങനെ മൈക്രോ മാനേജ്മെൻറ്റ് നടത്തുന്ന ആൾക്കാർ വെറുതെ ഇരിക്കത്തില്ലല്ലോ. ഇവരെന്തായെന്ന് അറിയാം, കുട്ടിയുടെ ഈച്ച് ആൻഡ് എവരി സിംഗിൾ മൊമെൻറ്റിലും ലൈഫിൽ ഇവർ ക്രിറ്റിസിസവുമായിട്ട് അങ്ങ് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് അറിയോ, ഇവർക്ക് പെർഫെക്ഷനിസമാണ് ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. പെർഫെക്ഷനിസം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ഇല്ലാത്തൊരു സാധനമാണ് ഇവർക്ക് വേണ്ടത്. പെർഫെക്റ്റ് എന്ന് പറയുന്നൊരു അവസ്ഥ ഈ ലോകത്തിലില്ല. പെർഫെക്ഷനിസം എന്ന് പറയുന്നൊരു കാര്യം ഈ ലോകത്തിലില്ല. അപ്പം ഈ എല്ലാ കാര്യത്തിലും മൈക്രോ മാനേജ്മെൻറ്റുമായിട്ട് ഇറങ്ങുന്ന ഇവർക്ക് NPDയുടെ കൂടെ ഇവർക്കുണ്ടാകുന്ന വേറൊരു സവിശേഷത കൂടിയുണ്ട്. അതിന് OCPD എന്ന് പറയും, ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇങ്ങനെ OCPD ഉള്ള ആൾക്കാർക്ക് എന്ത് പറ്റും ചോദിച്ചാൽ ഇവർ എല്ലാത്തിലും ഇവർക്ക് പെർഫെക്റ്റായിട്ടുള്ളൊരവസ്ഥ ഇവർക്ക് വേണം. പെർഫെക്ഷനിസം ഇവരന്വേഷിക്കുകയാണ്. ഈ പെർഫെക്ഷനിസം ഇവരെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇവരുടെ റിജിഡ് പോളിസീസ് വെച്ചിട്ടാണ്. ഈ ലോകത്തിലെങ്ങും നടത്താൻ പറ്റാത്ത റിജിഡ് പോളിസീസ് ആയിരിക്കും ഇവർക്കുള്ളത്. ഇവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരിക്കും. ഇവർ പറയുന്നത് കൃത്യമായിട്ട് നടന്നിരിക്കണം. ഇവർ പറയുന്നതേ നടക്കാൻ പാടുള്ളൂ. ഇവർ പറയുന്നതേ കുട്ടികൾ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം ഇത് അപ്പനാണ് ഈ പ്രശ്നമെങ്കിൽ ഭാര്യയും കുട്ടികളും ഇയാൾ പറയുന്നതേ ചെയ്യാൻ പാടുള്ളൂ. അമ്മയ്ക്കാണിത് പ്രശ്നമെങ്കിൽ ഇവർ പറയുന്നതേ ഭർത്താവും കുട്ടികളും ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ റിജിഡായിട്ടുള്ള പോളിസീസ്, റിജിഡായിട്ടുള്ള റൂൾസ് വെച്ചുകൊണ്ട് കുട്ടികളുടെ ഈച്ച് ആൻഡ് എവരി മൊമെൻറ്റിലെ ലൈഫിൽ ഇവർ പെർഫെക്ഷനിസം തേടി നടക്കുകയാണ്. അത് ഡ്രസ്സ് ചെയ്യുന്നതിലാവാം, കഴിക്കുന്നതിൽ മര്യാദയ്ക്ക് എങ്ങനെ കഴിക്കാൻ പോലും കുട്ടികളെ സമ്മതിക്കാതെ, പ്ലേറ്റ് ഇങ്ങനെ ഇരിക്കണം, കപ്പിൻ്റെ പിടി അങ്ങോട്ടിരിക്കണം, ഫോർക്ക് ഇങ്ങനെ പിടിക്കണം, അല്ല സ്പൂൺ ഇങ്ങനെ പിടിക്കണം, നിങ്ങൾ ഇങ്ങനെ ഭക്ഷണം എടുക്കണം, അതൊന്ന് തിരിഞ്ഞു പോയാൽ ആ കുട്ടിയെ കൊന്ന് കൊല വിളിക്കും. പഠിക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം, പഠിക്കുന്നത് എന്തായിരിക്കണം, പഠിച്ചിട്ട് എത്ര മാർക്ക് കിട്ടണം, എങ്ങനെയൊക്കെ ആയിരിക്കണം, യൂണിഫോം എങ്ങനെ ഇരിക്കണം, എങ്ങനെ പോകണം, എങ്ങനെ വരണം, ഈച്ച് ആൻഡ് എവരി സ്റ്റെപ്പിൽ. അതുപോലെ കളിക്കുന്നത് എങ്ങനെ ആയിരിക്കണം, മൊബൈൽ എത്ര സമയം ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കൊടുക്കത്തില്ല. എനിക്കറിയാം ഒരു വ്യക്തി 21 വയസ്സ് കഴിയാതെ കുട്ടിക്ക് മൊബൈൽ ഫോൺ കൊടുക്കുകയില്ല എന്നും പറഞ്ഞിരിക്കുന്ന ഇവിടെ ഒരു ഗൾഫ് കൺട്രിയിൽ ജീവിക്കുന്ന ഒരു മാതാപിതാക്കളാണ്. ഇവർ പറയുന്നത് ഇപ്പോൾ ആ കുട്ടിക്ക് 16 വയസ്സായി, 21 വയസ്സ് കഴിയാതെ ഈ കുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുക്കത്തില്ല എന്നും പറഞ്ഞ് ജീവിപ്പിക്കുന്നുണ്ട്. 21 വയസ്സ് വരെ മൊബൈൽ ഫോൺ ഈ കുട്ടിയെ കൊടുക്കില്ല എന്ന് പറഞ്ഞ് വളർത്തുന്ന ഒരു ആൺകുട്ടിയുണ്ട്. അപ്പോൾ ഇതേപോലുള്ള ഒരുപാട് ആൾക്കാരെ ഞാൻ ചുറ്റും കാണുന്നുണ്ട്, ഇവിടെ തന്നെ ഗൾഫ് കൺട്രീസിൽ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ പെർഫെക്ഷനിസം ഫോക്കസ് ചെയ്ത് മൈക്രോ മാനേജ്മെൻറ്റ് വഴി നിങ്ങളുടെ റിജിഡ് പോളിസീസ് ആൻഡ് റൂൾസ് നിങ്ങളുടെ കുട്ടികളുടെ മേലെ അടിച്ചേൽപ്പിച്ചിട്ട് ഈ കുട്ടികൾ നല്ല രീതിയിൽ വരണമെന്ന് നിങ്ങളുടെ ഏത് ബുദ്ധി കൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നതെന്ന് സ്വയം ചിന്തിച്ച് നോക്കുക. കാരണം ഈ കുട്ടികൾ വ്യക്തികളായിട്ടാണ് ഇവർ വളർന്നു വരേണ്ടത്. ഈ കുട്ടികൾ വ്യക്തികളായി വളർന്നു വരേണ്ടതിന് പകരം നിങ്ങൾ ചെന്ന് വെട്ടി നിങ്ങളെ റിജിഡ് പോളിസീസ് അടിച്ചേൽപ്പിക്കുമ്പം ഈ കുട്ടിക്ക് സ്വന്തമായിട്ടൊരു ബ്രെയിൻ ഉണ്ടെന്നും ഒരു മനസ്സുണ്ടെന്നും ചിന്തകളുണ്ടെന്നും ചിന്തിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നും സ്വാതന്ത്ര്യം കൊടുത്തെങ്കിൽ അവർക്ക് അവരുടെ പേഴ്സണാലിറ്റി വളരത്തുള്ളെന്നും നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് നല്ലൊരു ലൈഫ് കൊടുക്കാം. അതല്ലാതെ നിങ്ങളുടെ റിജിഡ് പോളിസീസ് നിങ്ങൾക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റും. നിങ്ങൾക്ക് മസിൽ പവർ ഉള്ളിടത്തോളം കാലവും നിങ്ങൾക്ക് ക്യാഷും കൊണ്ട്, മണി പവറും കൊണ്ട് ഇവരെ പിടിച്ചു നിർത്താൻ പറ്റുന്ന അത്രയും കാലത്തേക്ക് മാത്രമേ അത് നടത്തുള്ളൂ. അതിനപ്പുറത്തേക്കുള്ളൊരവസ്ഥയിൽ ഒന്നുകിൽ ഈ കുട്ടി ഒരു 18 വയസ്സിനുള്ളിൽ ഒരു മാനസിക രോഗിയായി മാറും, അതല്ലെങ്കിൽ ഈ കുട്ടി ആത്മഹത്യ ചെയ്യും, അതല്ലെങ്കിൽ ഈ കുട്ടി ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷനിലേക്ക് പോകും. ഇനി നിങ്ങളുടെ പെർഫെക്ഷനിസം റിജിഡ് പോളിസീസും വെച്ച് അഡിക്ഷനിലേക്ക് പോകാൻ നിങ്ങൾ കെട്ടിയിട്ടിരിക്കുകയാണെങ്കിൽ ഈ കുട്ടി ഒന്നുകിൽ ആത്മഹത്യ ചെയ്യും, അതല്ലെങ്കിൽ ഈ കുട്ടി ഒരു മാനസിക രോഗിയായിട്ട് മാറും. ഇനി ഇത് രണ്ടും അതല്ലെങ്കിൽ ഒരു 18 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളോട് പോയി പണി നോക്കാൻ പറഞ്ഞിട്ട് ഈ കുട്ടിയുടെ ഇഷ്ടാനുസരണം വീട് വിട്ടു പോയിരിക്കും, അതല്ലെങ്കിൽ മറ്റു കൂട്ടുകെട്ടുകളുമായിട്ട് ഈ കുട്ടി പോയിരിക്കും, അതല്ലെങ്കിൽ ഡ്രഗ്സോ മറ്റു അഡിക്ഷനിലേക്കോ ഈ കുട്ടി പോയിരിക്കും, അതല്ലെങ്കിൽ നിങ്ങൾ വരച്ച അതേ വരെ കൂടെ യാത്ര ചെയ്ത് ഈ കുട്ടിക്കും ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഡെവലപ്പ് ചെയ്ത് നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോ കോപ്പിയായിട്ട് ഈ കുട്ടിയും മാറും. പക്ഷേ ഈ കുട്ടിയും മാറുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് ഈ കുട്ടി ജീവിതത്തിൽ വിജയിച്ചു എന്നല്ല, ഒരു മാനസിക രോഗിയെ നിങ്ങൾ വാർത്തെടുത്തു. നിങ്ങളെപ്പോലെയുള്ള ഈ കുട്ടിക്ക് ഒരു കുടുംബജീവിതം ഉണ്ടാവത്തില്ല. കാരണം ഈ OCPD വെച്ചായിരിക്കും ഈ കുട്ടിയുടെ പാർട്ട്ണറോട് ഇടപെടാൻ പോകുന്നത്. ആ കുടുംബ ബന്ധം, ആ ഒരു ഫാമിലി ലൈഫ് അല്ലെങ്കിൽ ആ ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പ് ഒരിക്കലും മുന്നോട്ട് പോകത്തില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോയി ഇവർക്ക് കുട്ടികളുണ്ടായെന്ന് വെച്ചാലും വീണ്ടും ഇവരെന്താണ് ഇതേ കാര്യം തന്നെ ആ കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും. ഇതും നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മൈക്രോ മാനേജ്മെൻറ്റ് നടത്തി നിങ്ങളുടെ OCPDയും NPDയും കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിച്ച് വീണ്ടും ഒരു മാനസിക രോഗിയെ വാർത്തെടുക്കാൻ ശ്രമിച്ചാൽ
പലതരത്തിലുള്ള അപകടങ്ങൾ അവിടെ ഉണ്ടാകാം. ഒന്നെങ്കിൽ ഈ കുട്ടി ഒരു മാനസിക രോഗിയായി മാറാം, അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യാം, അതല്ലെങ്കിൽ OCPD ഉള്ള ഒരു വ്യക്തിയായിട്ട് ഈ കുട്ടി മാറാം. ചിലപ്പോൾ അത് OCPDയിൽ മാത്രം നിൽക്കണമെന്നുമില്ല, അവിടുന്ന് മറ്റ് മാനസിക രോഗങ്ങളിലേക്കും അത് കടന്നു പോകാം. അതല്ലെങ്കിൽ ഡ്രഗ്സിലോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷനിലോ പെട്ട് ഈ കുട്ടി പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ മൈക്രോ മാനേജ്മെൻറ്റും പെർഫെക്ഷനിസം അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും ഒരിക്കലും നല്ല കാര്യം അല്ല. മറിച്ച് ആ കുട്ടിക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക, തെറ്റ് പറ്റാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക, തെറ്റിൽ നിന്നും ശരി പഠിക്കാനുള്ള അവസരം കൊടുക്കുക. ഈ പറഞ്ഞ പോലെ ആ കുട്ടിയുടെ പ്രോബ്ലം സോൾവിങ്ങും ഡിസിഷൻ മേക്കിങ്ങും ഡെവലപ്പ് ചെയ്യാനുള്ള അവസരം കൊടുക്കുക, ഇമോഷണൽ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള അവസരം കൊടുക്കുക. അതല്ലാതെ മാർക്കിലും മറ്റ് അച്ചീവ്മെൻറ്റ്സിലും അല്ല പ്രധാനം. കാരണം മാർക്കെന്ന് പറയുന്നത് ജസ്റ്റ് വായിച്ച് പഠിച്ച സാധനം മെമ്മറൈസ് ചെയ്യുക മാത്രം ചെയ്യുന്നതിനെ ബേസ് ചെയ്ത് കിട്ടുന്ന സാധനമാണ് മാർക്ക് എന്ന് പറയുന്നത്. ജീവിക്കാൻ വേണ്ടത് മാർക്കല്ല, ജീവിക്കാൻ വേണ്ടത് ബുദ്ധിയാണ്. അത് തലച്ചോറ് പ്രവർത്തിച്ചാൽ മാത്രമേ കിട്ടത്തുള്ളൂ. ജീവിതം മുഴുവൻ പ്രോബ്ലം സോൾവിങ്ങും ഡിസിഷൻ മേക്കിങ്ങുമാണ്. ഈ സ്കില്ലാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. അതല്ലാതെ പുസ്തകത്തിൽ നിന്നും കാണാതെ പഠിച്ച് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതല്ല ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ഈ കുട്ടിക്ക് ജീവിക്കാൻ അറിയാമോ ഇല്ലയോ എന്നുള്ളതാണ്. പ്രോബ്ലം സോൾവിങ്ങും ഡിസിഷൻ മേക്കിങ്ങും കുട്ടിക്ക് ഉണ്ടോ എന്നുള്ളതാണ്. ഇമോഷണൽ ഇൻ്റലിജൻസ് എത്രത്തോളം ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. Thanks for watching Dr. Dance. Subscribe to unlock the mysterious world of psychology with Dr. Abhay Daniel.